BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും രംഗത്തിറങ്ങുന്നു. കൊച്ചി സിറ്റി പോലീസ് വിഭാവനം ചെയ്യുന്ന പദ്ധതിയിൽ സ്കൂളുകളിലെ സൈബർ സുരക്ഷ സംബന്ധിച്ച ബോധവൽക്കരണമാണ് SPC വഴി ലക്ഷ്യമിടുന്നത്. സൈബർ കേസുകൾക്ക് പിന്നാലെ കുട്ടികൾക്കിടയിലെ മൊബൈൽ അഡിക്ഷൻ വർദ്ധിച്ചതും കണക്കിലെടുത്താണ് പുതിയ നീക്കം. ഈ അധ്യയന വർഷം മുതൽ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കുട്ടികളെ ബോധവൽക്കരിക്കുന്നത് വഴി പൊതുജനങ്ങൾക്കിടയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പദ്ധതി കൊണ്ട് പോലീസും പ്രതീക്ഷിക്കുന്നത്. സൈബർ തട്ടിപ്പുകളിൽ വീഴാതിരിക്കാനുള്ള മുൻകരുതലുകളും നിയമസഹായം തേടേണ്ട രീതികളും കേഡറ്റുമാർ പഠിപ്പിക്കും. സ്കൂളുകളിലെ IT അധ്യാപകർക്കും കൗൺസിലർമാർക്കും ആദ്യഘട്ട പരിശീലനം നൽകി. SPC സിലബസിലുള്ള സൈബർ സുരക്ഷയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയാണ് പരിശീലനം. കൊച്ചി സിറ്റി പോലീസിന്റെ കീഴിലുള്ള ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിൽ 4 മാസത്തിനിടെ കൗൺസിലിംഗിന് വിധേയരായത് 100 കുട്ടികളാണ്. ബഹുഭൂരിഭാഗവും ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമപ്പെട്ടവരാണ്. കൗൺസിലിംഗോടെയാണ് കുട്ടികൾക്ക് മാറ്റമുണ്ടായതെന്നും അധികൃതർ പറയുന്നു. കൊച്ചി ദേവസ്വം ബോർഡ് വക എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് എക്സിബിഷനും വിശേഷാവസരങ്ങളിൽ കച്ചവടത്തിനും വാടകയ്ക്കും നൽകുന്നതിൽ വമ്പൻ അഴിമതിയെന്ന് ആരോപണം. എല്ലാ ഓണക്കാലത്തും ഗ്രൗണ്ട് 2 മാസത്തോളം കച്ചവടത്തിനായി വാടകയ്ക്ക് നൽകാറുണ്ട്. എറണാകുളത്ത് ഓണമേളകൾ തുടങ്ങുന്നത് തന്നെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലെ ഓണം വിപണന മേളയിലൂടെയാണ്. എന്നാൽ കഴിഞ്ഞ തവണ മുതൽ ഗ്രൗണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നത് സുതാര്യതയില്ലെന്നാണ് പരാതി പറയുന്നത്. കഴിഞ്ഞ ഓണക്കാലത്ത് ഉദ്യോഗസ്ഥരുടെ താൽപര്യപ്രകാരം ഒരു വ്യക്തിക്ക് വാടകയ്ക്ക് നൽകുകയായിരുന്നു പതിവ് പോലെ. നിരവധി പേർ അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും ടെൻഡർ പോലും നടത്താതെയാണ് ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഗ്രൗണ്ട് സ്വകാര്യ വ്യക്തിക്ക് നൽകിയതെന്നാണ് സൂചന. ഇതോടെ എല്ലാ വർഷവും ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഷോപ്പിംഗ് നടത്താൻ കഴിയുമായിരുന്ന എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടന്നുവന്ന വിപണന മേളയിൽ കഴിഞ്ഞ തവണ 100 രൂപയോളം ടിക്കറ്റ് എടുത്ത് പ്രവേശിക്കേണ്ടി വന്നു. ഇത് വ്യാപകമായ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. സാധാരണക്കാരുടെ ഓണക്കാല വിപണിയാണ് ചില ഉദ്യോഗസ്ഥരുടെ സ്വാർത്ഥ താൽപര്യം മൂലം മുടങ്ങിയത്. സാധാരണക്കാരായ കച്ചവടക്കാരും കുടുംബശ്രീ യൂണിറ്റുകളും സർക്കാർ സഹകരണ മേഖലയിൽ നിന്നുള്ളവരുമൊക്കെയാണ് സാധാരണയായി ഇവിടെ വിപണന മേള നടത്തിവന്നത്. അടുത്ത ഓണക്കാലത്തും ഇത്തരത്തിൽ ഇഷ്ടക്കാർക്ക് ഗ്രൗണ്ട് രഹസ്യമായി വാടകയ്ക്ക് നൽകാൻ ഉദ്യോഗസ്ഥർ നീക്കം ആരംഭിച്ചതായി അറിയുന്നു. സാമ്പത്തിക താൽപര്യമാണ് ഉദ്യോഗസ്ഥരുടെ രഹസ്യ നീക്കങ്ങൾക്ക് പിന്നിലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പതിറ്റാണ്ടുകളായി സുതാര്യമായ രീതിയിൽ നടന്നുവന്ന രീതി അവഗണിച്ചാണ് അഴിമതിക്കാരായ ഏതാനും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ രഹസ്യ നീക്കം നടക്കുന്നത്. കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതിനെ തുടർന്ന് കേരള ഹൗസിംഗ് ബോർഡിന്റെ എറണാകുളം ജെട്ടിയിലെ റവന്യൂ ടവറിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്ക് കൂട്ടത്തോടെ അതിസാരവും സന്ധിവേദനയും. ജീവനക്കാർക്ക് ഒന്നടങ്കം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതായി കണ്ടെത്തിയത്. കൊച്ചി സിറ്റി പോലീസ് ആസ്ഥാനം, ലോട്ടറി, മധ്യമേഖ ആസ്ഥാനം എന്നിവയടക്കം നിരവധി ഓഫീസുകളാണ് ഈ ടവറിൽ പ്രവർത്തിക്കുന്നത്. 50ഓളം പേർക്ക് രോഗം പിടിപെട്ടതായാണ് വിവരം. കഴിഞ്ഞ ദിവസം ശേഖരിച്ച സാമ്പിളിന്റെ പരിശോധനാ ഫലം പുറത്തുവന്നതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ റവന്യൂ ടവറിൽ നേരിട്ടെത്തി. കഴിഞ്ഞ മാസം അവസാനം മുതലാണ് ജീവനക്കാർക്കിടയിൽ വയറിളക്കം പിടിപെട്ടു തുടങ്ങിയത്. ഭക്ഷണം കഴിച്ചതിൽ നിന്നാകും രോഗം ബാധിച്ചതെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പിന്നീട് സന്ധിവേദന കൂടി പിടിപെട്ടതോടെ കുടിവെള്ളത്തിൽ നിന്നായിരിക്കാം എന്ന സംശയമുയർന്നു. ഇതോടെ വിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കുകയായിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിന്റെ മാത്രമല്ല തമിഴ്നാടിന്റെ കാര്യങ്ങൾ കൂടി നോക്കുന്ന MP ആയിരിക്കും താനെന്ന് തൃശൂരിലെ നിയുക്ത MP സുരേഷ് ഗോപി. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടരുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപായി തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിൽ പുതിയ മാറ്റം കൊണ്ടുവരും. പൂരം നടത്തിപ്പിന് പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാകും. പ്രശ്നങ്ങളുണ്ടായ സമയത്തെ ജില്ലാ കളക്ടറെയും കമ്മീഷണറെയും നിലനിർത്തിക്കൊണ്ട് തന്നെ പൂരം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടത്തും. പൂരം നടത്തിപ്പിന്റെ മാറ്റം സംബന്ധിച്ച് കളക്ടറുമായി സംസാരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിലെയും CPIയിലെയും CPMയിലെയും മനുഷ്യരാണ് തനിക്ക് വോട്ട് ചെയ്തത്. SDPIയിലെയും മനുഷ്യർ തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കപടയില്ലാത്ത മതേതരവാദികളാണ് തന്നെ ജയിപ്പിച്ചത്. ചാണകമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ ഇനി ചാണകത്തെ സഹിക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു.
മെയ് 28 കൊച്ചി നഗരത്തെ വെള്ളത്തിലാഴ്ത്തിയ കനത്ത മഴ മേഘവിസ്ഫോടനം തന്നെയെന്ന് സ്ഥിരീകരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കളമശ്ശേരിയിലെ മഴ മാപനയിൽ അന്ന് 1 മണിക്കൂർ രേഖപ്പെടുത്തിയത് 100 മില്ലിമീറ്റർ മഴയായിരുന്നു. കൊച്ചിയിലുണ്ടായത് മേഘവിസ്ഫോടനമാണെന്ന് കുസാറ്റ് ശാസ്ത്രജ്ഞർ സംഭവ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ മേഘവിസ്ഫോടനമാണിതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. മേഘവിസ്ഫോടന മൺസൂണിൽ കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യമാണ് മേഘവിസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നത്. ഭൂമിയിൽ നിന്ന് 6 മുതൽ 7 കിലോമീറ്റർ വരെ ഉയരത്തിൽ മേഘങ്ങൾ വലിയ തോതിൽ രൂപമെടുക്കുന്നതാണ് കൂമ്പാരമേഘങ്ങൾ. ഇതിൽ നിന്ന് വലിയ അളവിലാണ് ജലം പുറത്തേക്ക് വരുന്നത്. ഇത് ക്ഷണനേരത്തിൽ കൂടുതൽ മഴ സൃഷ്ടിക്കും. ആലുവ മെട്രോ സ്റ്റേഷന് മുന്നിൽ ഓട്ടോ ഡ്രൈവർമാരുടെ അഴിഞ്ഞാട്ടം. യാത്രക്കാരെ കയറ്റാനെത്തിയ ഊബർ ഓട്ടോ ഡ്രൈവറെ ഓട്ടോറിക്ഷക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. ഗുരുതര പരിക്കേറ്റ ഊബർ ഡ്രൈവർ കുന്നത്തേരി സ്വദേശി ഷാജഹാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ സഹോദരി ജാസ്മി ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് മർദ്ദിച്ച 3 പേരെ തിരിച്ചറിഞ്ഞു. ഇവർ ഒളിവിലാണെന്നാണ് പറയുന്നത്. 2 ദിവസം മുൻപുണ്ടായ സംഭവത്തിന്റെ വീഡിയോ പ്രചരിച്ചെങ്കിലും പോലീസിൽ പരാതിയൊന്നും ലഭിച്ചിരുന്നില്ല. എങ്കിലും പോലീസ് സ്വമേധയാ അന്വേഷണം ആരംഭിച്ചിരുന്നു. വീണ്ടും ആക്രമിക്കപ്പെടുമോ എന്ന ഭയത്താലാണ് ഷാജഹാൻ ഇക്കാര്യം ആരോടും പറയാതിരുന്നത്. ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും രക്തം ഛർദ്ദിക്കുകയും ചെയ്തതോടെയാണ് ബന്ധുക്കൾ വിവരം അറിഞ്ഞതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. നഗരസഭയുടെയോ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെയോ അംഗീകാരങ്ങളൊന്നുമില്ലാതെ ചില അനധികൃത ഓട്ടോറിക്ഷക്കാരാണ് ഇവിടെ ഓടുന്നത്. സർവീസ് റോഡിലെ സുഗമമായ ഗതാഗതത്തിന് തടസ്സം വരുത്തുന്ന രീതിയിൽ തോന്നിയ പോലെ റോഡിന്റെ ഇരുവശവും ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നതായും പരാതിയിൽ പറയുന്നു. സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ മരിച്ചു. ഇടക്കൊച്ചി പഴയക്കാട് വീട്ടിൽ സ്വദേശി ജോയിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇടക്കൊച്ചി സെമിത്തേരി റോഡിലാണ് സംഭവം. തർക്കത്തിനിടെ ജോയിയെ തള്ളിയിടുകയായിരുന്നു. ജോയിയെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.